ഐഡിയസ് ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. മുരിങ്ങ ഇലയാണ്. ഇതാ ഇവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പം നമ്മുടെ ഈ താമരയ്ക്കൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അതിൻ്റെ പുറത്തൂടെയാണ് ഇതിൻ്റെ ഒരു കൊമ്പ് വീണ് കിടന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നങ്ങ് ഇതെടുക്കാമെന്ന് വിചാരിച്ചു. എടുത്ത് ഒരു തോരൻ അങ്ങ് വയ്ക്കാമെന്ന് വിചാരിച്ചു. മുരിങ്ങ ഇലയൊക്കെ നല്ലതാണ്. കുറച്ച് മതിയല്ലോ നമുക്ക്. അപ്പോൾ ആ ഒരു കമ്പ് മൊത്തവും ഞാൻ ഇങ്ങനെ ഒടിച്ചെടുത്തു. അപ്പോൾ ഇവിടെ വെയിൽ ഇച്ചിരി കുറവാണ്, എന്നാലും നമ്മുടെ സുബി ഇഷ്ടംപോലെ പൂക്കൾ ഇഷ്ടംപോലെ തന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ എല്ലാം കാട് പോലെയാണ് നിൽക്കുന്നത്. ഈ നിത്യകല്യാണി എല്ലാം കൂടെ നിന്നിട്ട് വെയിൽ കുറവാണ്. അപ്പോൾ ഞാൻ അതിന് പുറത്തൂടെയാണ് ഇത് കിടന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചതങ്ങ് എടുത്താൽ നമുക്കൊരു തോരത്തിനും ആവുമല്ലോ. അതങ്ങ് ഇവിടെ അങ്ങ് മാറുകയും ചെയ്തത്. ഇത്രയും ഉണ്ട് ഇവിടെ. ഈ കാറ്റും മഴയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങോട്ട് ടെറസിലോട്ടാണ് ഒടിഞ്ഞങ്ങ് വീഴുന്നത്. അപ്പോൾ ഇതിപ്പോൾ കുറച്ചങ്ങ് ഒടിച്ച് നമുക്ക് എന്തെങ്കിലും കാറ്റ് കണ്ട നമുക്ക് ഒരു തോരനൊക്കെ വെക്കാനായിട്ട് കിട്ടുമല്ലോ. നമുക്ക് പുറത്തുനിന്ന് ഈ വിഷം അടിച്ച ഒരു സാധനം വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് കറിവേപ്പിലയും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും എനിക്ക് പുറത്തുനിന്ന് വാങ്ങണ്ട. അതായത് പച്ചമുളക് വേണ്ട, അതും എല്ലാം ഈ മുരിങ്ങയുടെ സൈഡിലാണ് വെച്ചേക്കുന്നത്. ഈ വലിയ പോട്ട് പൊത്തുപോയി, അതുകൊണ്ട് പിന്നെ അതിലാണ് വെച്ചേക്കുന്നത്. കണ്ട പച്ചമുളക് നമുക്ക് വാങ്ങേണ്ടതായിട്ടില്ല. അങ്ങോട്ടൊക്കെ ഉണ്ട് പച്ചമുളക്. അതിനകത്ത് ഞാൻ ഉണങ്ങാനായിട്ട് എടുത്ത മുളകിൽ നിന്നും കിട്ടിയ അരി എടുത്ത് ഇട്ടതാണ്. പക്ഷെ നല്ല മുളകാണ് കേട്ടോ, നല്ല മുളകാണിത്. ഇങ്ങോട്ടൊക്കെ നല്ല വലിയ മുളകാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഓക്കെ, താങ്ക് യു.